മോനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ നാട്ടിലായിരുന്നു, നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പം വീണ്ടും നമ്മൾ ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം മയനൈസ് തൊട്ട് തുടങ്ങാമെന്ന്, കാരണം ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അമ്മമാർ വീട്ടിലിരിക്കുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മയനൈസാണ്, എഗ്ഗ് കൊണ്ടുണ്ടാക്കി മയനൈസാണ്. നല്ല ഒരു പ്രിസർവേറ്റീവും ചേർക്കാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് താഴെ നമുക്ക് എടുക്കുകയുള്ളൂ ഇത് വീട്ടിലുണ്ടാക്കാൻ. വീട്ടിൽ ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെ ഉപയോഗിച്ചാൽ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒത്തിരി പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്, ഞാൻ കണ്ടായിരുന്നു. കമൻസ് ഒക്കെ ഒത്തിരി പുതിയ ആൾക്കാരുടെ ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് കയറി കാണുന്നവരുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വിടുക, ലൈക്ക് ചെയ്യുക, പിന്നെ ബെൽ ബട്ടനെ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനായിട്ട്. ഇങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ, യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് നോക്കിക്കളയാം. ഇനി നമുക്ക് ഈ മയനൈസ് പ്രിപ്പയർ ചെയ്യാൻ ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1.5 വെളുത്തുള്ളി ഉണ്ട്. ഇത് വലിയ വെളുത്തുള്ളിയാണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ്, അതായത് 250 ml കുക്കിംഗ് ഓയിലാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കോക്കനട്ട് ഓയിൽ ഇത് യൂസ് ചെയ്യാൻ ഒരു ഫ്ലേവറായിട്ടുള്ള ഓയിലും യൂസ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ആ ടേസ്റ്റ് മയനൈസിൽ വരും. അപ്പം കുക്കിംഗ് ഓയിൽ, ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്, വേണമെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ പ്ലെയിൻ സൺഫ്ലവർ ഓയിലാണിത്, അതാണ് എടുത്തേക്കുന്നത്. ഇപ്പം ഞാൻ ഒന്ന് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഞാൻ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കട്ടെ. മുട്ടയൊന്ന് പൊട്ടിച്ച് നമുക്ക് ഒഴിക്കാം. 2 മുട്ടയാണ്, ഇതൊരു 8-10 പേർക്കുള്ള സെർവിങ് ആണ് ഈ 2 മുട്ടയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മയനൈസ്. പിന്നെ 1 കപ്പ് ഇത് യൂസ് ചെയ്യുന്നതും 1 കപ്പ് ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ 2 മുട്ട ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിനി നമുക്കൊരു വലിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൽ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാൻ വേറൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ആ ബൗളിലേക്ക് നമുക്ക് ഈ മുട്ടയൊന്ന് പകർന്നെടുക്കാം. അല്ല, ഇതിലേക്ക് ഒഴിച്ചാലും മതി. ഇതിലേക്കാണ് നമ്മൾ, കാരണം ഈ ഓയിലും മുട്ടയും കൂടെ ഒരു ഓയിൽ ബേസ്ഡ് ആണ്. കാരണം രണ്ടും മിക്സ് ആവാത്ത ഒരു സംഭവമാണ്. മുട്ടയിലേക്ക് ഓയിൽ ഒഴിച്ചാൽ അത് നമ്മൾ വെള്ളത്തിൽ ഓയിൽ ഒഴിക്കുന്ന പോലെ രണ്ടും മിക്സ് ആവാൻ ബുദ്ധിമുട്ടാണ്. അതിനാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ, ഇപ്പോൾ ഓയിൽ ഒഴിക്കേണ്ട, നമ്മൾ ആദ്യം ഓയിൽ ഒഴിക്കുന്നതിന് മുന്നേ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് മുന്നേ ഞാൻ ഈ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. നമ്മുടെ മയനൈസിൻ്റെ ടേസ്റ്റ് പോലെ ഇരിക്കും. വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് തന്തൂരി ചിക്കൻ്റെ മസാല ചേർക്കുന്നവരുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതായത് 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. ഇതെല്ലാം കൂടാണ് ആദ്യം ഒന്ന് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റ് ചെയ്തതിന് ശേഷം ആണ് പിന്നെ കുറേശ്ശെ ഒരു 3 ഭാഗങ്ങളായിട്ട് 1 കപ്പ് ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഫസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കേക്കൊക്കെ മിക്സ് ചെയ്യുന്ന ബീറ്ററാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ബീറ്റർ ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ബ്ലെൻഡറിലായാലും മതി, നമ്മൾ അരയ്ക്കുന്ന ജാറിലായാലും മതി. അതാണെങ്കിലും നമുക്ക് കറക്റ്റിന് കിട്ടും. ഇതിപ്പോൾ മിക്സിയുടെ ഇത് ബ്ലെൻഡർ ഉള്ളതുകൊണ്ട് അത് വെച്ച് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത്രയും മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ 3 ഭാഗങ്ങളായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനു മുന്നേ നമുക്ക് ഉപ്പിൻ്റെ പഞ്ചസാരയുടെ അളവൊന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അത് നോക്കാം. അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓയിൽ ഒഴിക്കുകയാണ്. അതായത് ഈ 1 കപ്പ് ഓയിൽ എന്ന് പറയുമ്പോൾ 250 ml ആണ്. ആ കപ്പ് ഓയിൽ 3 ഭാഗങ്ങളായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തതിന് ശേഷം 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനെ നല്ല ഫാസ്റ്റിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു 10 തൊട്ട് 15 സെക്കൻഡ് വരെ ഉള്ളൂ. അത്രയും ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ 1 മിനിറ്റാണ് ഫസ്റ്റ് ബീറ്റ് ചെയ്തേക്കുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതും അതേ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ 1 മിനിറ്റിലേക്ക് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു അത്യാവശ്യം നല്ല ഒരു ടെക്സ്ചറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഓയിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ അതേ സ്പീഡിൽ തന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം
നമ്മൾ മൂന്നാമത്തെ ഭാഗം ഓയിലും കൂടെ ഒഴിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. നമ്മുടെ മയനൈസ് ഇവിടെ റെഡിയാണ്. നമ്മൾ ഇതിലേക്ക് നമുക്ക് മയനൈസിന് ടേസ്റ്റ് അറിയാമല്ലോ, അപ്പോൾ അതിനൊരു ചെറിയ പുളിപ്പൂടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിന് മധുരമുണ്ട്, ഒരു കട്ട്പട്ട് ടേസ്റ്റാണ്, ഒരു ഉപ്പുണ്ട്, മധുരമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. വിനാഗിരി ഒഴിച്ച് അല്ലെങ്കിൽ നാരങ്ങ, ഒരു അരമുറി നാരങ്ങ ഒഴിച്ച് കൊടുത്താലും മതി. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വിനാഗിരി ഒഴിച്ചുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മയനൈസ് ഇവിടെ റെഡിയാണ്. ഞാൻ വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ മുട്ടയുടെ കരുവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ മുട്ടയുടെ കരു മാറ്റി അതിൻ്റെ വെള്ളം മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. വെള്ളം യൂസ് ചെയ്താലും ഇതേ ഒരു ടെക്സ്ചർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്തൂരി മസാലയുടെ ഇത് മിക്സ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് ഫ്ലേവറിന് നമ്മളിപ്പോൾ വെളുത്തുള്ളി ഇടാത്ത സ്ഥലത്ത് അത് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ മയനൈസ് ഇവിടെ റെഡിയാണ്. ഒരു പ്രിസർവേറ്റീവും ചേരാത്ത നല്ല ടേസ്റ്റി മയനൈസാണ്. കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ, കുട്ടികൾക്കൊക്കെ ബ്രെഡിൽ ഇത് പുരട്ടി കഴിക്കാൻ വലിയ ഇഷ്ടമാണ്, സാൻഡ്വിച്ചിൽ ഉപയോഗിക്കും. അപ്പം അങ്ങനെ കുട്ടികൾക്കൊക്കെ ഉള്ളുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട്, ഇപ്പോൾ എത്ര സമയം എടുത്തു? 10 മിനിറ്റ്, ലെസ് ദാൻ 10 മിനിറ്റ്സ് എടുത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ മയനൈസ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാവരും കണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതി അറിയിപ്പിക്കണം. കാരണം എന്നാലേ നിങ്ങളത് ട്രൈ ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി റെസിപ്പിയാണ്. തുടക്കം തന്നെ നമ്മൾ ഈസി റെസിപ്പി ഇട്ടാണ്. ഇനി ഇതുപോലെ കിഡിലെ റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്